പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ നിറയ്ക്കപ്പെട്ട ഒരു മഹത്തായ മാസം വിശുദ്ധ റമദാൻ വലിയ ആഹ്വാനങ്ങളുമായി കടന്നു വന്നൊരു മാസമാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മയോട് താല്പര്യമുള്ളവരെ മുന്നോട്ട് വരണം, തിന്മയിൽ കഴിയുന്നവരെ പിന്നോട്ട് മാറി നിൽക്കണം, അതൊക്കെ ചുരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾക്ക് മാറ്റത്തിൻ്റെ അന്തരീക്ഷമൊരുക്കി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കി തുറന്നിട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ കവാടങ്ങൾ മലർക്കി തുറന്നിട്ട് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമളാനെ വിശേഷണങ്ങൾ കൊണ്ട് ഒട്ടനവധി സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. കാരണം ഈ മാസം അങ്ങനെ ഒരു കടന്നു പോകുന്നൊരു സാധാരണ ദിനരാത്രങ്ങളല്ല, തികച്ചും അസാധാരണമായ നിമിഷങ്ങളാണ്. ഇതിൻ്റെ ഓരോ നിമിഷങ്ങളുമെന്ന് വിശ്വാസികളെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വർഷവും റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്തരം ഹദീസുകളും വചനങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വരുന്നത്. അപ്പം നമ്മൾ കടന്നുപോയൊരു മാസം എന്നുള്ളത് എത്ര പെട്ടെന്നാണ് ഒരു മാസം കടന്നുപോയത്. അവസാന രാത്രി, ഒരുപക്ഷെ വിശുദ്ധ റമളാൻ്റെ അവസാന രാത്രിയിലായിരിക്കാം നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇനിയൊരു രാത്രി റമളാൻ മാസത്തിൽ കഴിഞ്ഞു പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇനിയൊരു രാത്രിയിലേക്ക് നമ്മുടെ ജീവിതം നീട്ടിക്കിട്ടുക എന്നുള്ളതൊക്കെ പടച്ചവൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഇത് അവസാന രാത്രിയാണെങ്കിൽ അടുത്ത റമളാൻ മാസത്തിൻ്റെ ആരംഭത്തിന് മുമ്പേ അള്ളാഹു നമ്മുടെ ഈ പറഞ്ഞ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, ഇത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിക്കും സാധ്യതയുള്ള രാത്രിയാണല്ലോ. ഇത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെങ്കിൽ ഇന്നാണ് അടുത്ത വർഷത്തേക്കുള്ള കൃത്യമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത വർഷം ഏത് ദിവസം വരെയാണ് ജീവിച്ചിരിക്കേണ്ടതെന്നും റബ്ബ് തീരുമാനിക്കുന്ന ഈ രാത്രിയിലാണ്. അടുത്ത റമളാൻ 1 മുമ്പ് മരിക്കുന്നവരുടെ പട്ടികയും മലക്കുകൾക്ക് ഇന്ന് നൽകപ്പെടും. ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളാണ് ലൈലത്തുൽ ഖദ്ർ എങ്കിൽ അവരുടെ പട്ടികയും നൽകപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിലാണ് നമ്മൾ ആരെങ്കിലും ഒക്കെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു റമളാൻ്റെ രാത്രി നമ്മൾ ഉറക്കമുളയ്ക്കാനുണ്ടാവില്ല. ഇനിയൊരു റമളാൻ്റെ രാത്രിയിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയില്ല. ഇനിയൊരു റമളാൻ്റെ രാത്രിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്താൻ നമുക്ക് അവസരമുണ്ടാവില്ല. നമ്മുടെ അവസാന ഊഴമാണിത്. എപ്പോഴും അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, ആത്മാർത്ഥത ഉണ്ടാകണമെങ്കിൽ അമലുകളിൽ, നമസ്കാരത്തിലാകട്ടെ പ്രാർത്ഥനകളിലാകട്ടെ, നമ്മുടെ ഏതൊരു നന്മയിലും തികഞ്ഞ ആത്മാർത്ഥത കൊണ്ടുവരാൻ ഏറ്റവും നല്ലത് എന്തെന്നറിയുമോ? സ്വലാത്ത് മുവദ്ദിഅ എന്ന്, വിടവാങ്ങുന്നവനെ പോലെ നമസ്കരിക്കുക എന്ന്. ഇതിൻ്റെ അവസാനത്തെ ഏർപ്പാടാണ്. ഇത് കഴിഞ്ഞ് എനിക്കൊരു നന്മയുണ്ടാവില്ല, ഇനിയൊരു റമളാൻ എനിക്ക് വരാനില്ല, ഇനിയൊരു തറാവീഹ് എനിക്കില്ല, ഒരു ഖിയാമുൽ ലൈൽ എനിക്കില്ല, ഇനി ഒരു നന്മ ചെയ്തുകൊണ്ട് റമളാൻ മാസത്തിൽ എനിക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന കണക്കുകൂട്ടലായിരിക്കും ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ അവസാന നമസ്കാരമാണ്. റസൂലുള്ളാഹി മൗലൂദ് പരിഭവം പറഞ്ഞു, നബി ഒരു ഫോക്കസ് കിട്ടുന്നില്ല, നമസ്കാരത്തിൽ ഒരു ആത്മാർത്ഥത കിട്ടുന്നില്ല. എന്താ റസൂൽ ചെയ്യുക? എങ്ങനെയൊക്കെ ആലോചിച്ചാലും ചിന്തിച്ചാലും ഒരുപാട് ചിന്തകൾ കാടുകയറി കടന്നു വരുമ്പോൾ നമസ്കാരത്തിൽ പൂർണ്ണമായ ഒരു ഏകാഗ്രതയും ആത്മാർത്ഥതയും ഖുശൂഉം കിട്ടുന്നില്ലല്ലോ നബി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എല്ലാ നമസ്കാരങ്ങളെയും അവസാന നമസ്കാരം പോലെ നിസ്കരിക്കുക. കഅന്നക തറാഹു, റബ്ബ് കൺമുമ്പിലുള്ളത് പോലെ, റബ്ബിനെ നീ കാണുന്നത് പോലെയും നിന്റെ ഈ അവസാനത്തെ നമസ്കാരം എന്ന പോലെയും നീ നിർവഹിച്ചു നോക്ക്, പൂർണ്ണമായ ആത്മാർത്ഥത ഉണ്ടാകുമെന്ന്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അമലിനും ആത്മാർത്ഥത ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിടവാങ്ങുന്നവനെ പോലും പെരുമാറുക എന്നുള്ളത്. ഒരു പക്ഷേ വലിയൊരു വിടവാങ്ങലായേക്കാം. അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മളൊക്കെ ചെറിയ പ്രായമാണ്, 35-40 വയസ്സേ ഉള്ളത് കൊണ്ട് നമുക്ക് ഇനിയും 10-30 കൊല്ലം കൂടി റമളാനുകൾ ബാക്കിയിരിക്കുന്നു എന്നങ്ങ് കണക്ക് കൂട്ടാൻ നമുക്ക് സൗകര്യമില്ലല്ലോ. നമുക്ക് അവകാശവും അനുവാദവും ഇല്ലാത്തൊരു മേഖലയാണത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടെ കാണേണ്ട നിമിഷങ്ങളായത്. ഈ ലാസ്റ്റ് നിമിഷങ്ങളാണ്. റമളാൻ മാസം വന്നു പോകുന്നു. ഇതിനിടയിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു വിചാരണ നടത്തേണ്ട നിമിഷം കൂടിയാണിത്. നമ്മളൊരു കണക്കെടുപ്പ് നടത്തണ്ടേ? നമ്മളുടെ ഒരു സീസൺ വന്നു, നമ്മൾ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്ന ഏതൊരു കച്ചവടക്കാരനും അവനൊരു സീസൺ കഴിയുമ്പോൾ ഇത്ര രൂപ മുതൽ മുടക്കി ഇത്ര രൂപയുടെ കച്ചവടം നടന്നു, ലാഭമില്ല, നഷ്ടമാണ് എന്നൊരു വിലയിരുത്തലുണ്ടാകും. അല്ലെങ്കിൽ ലാഭം ഇത്രത്തോളം കിട്ടി എന്നൊരു വിലയിരുത്തലുണ്ടാകും. നമുക്ക് റമളാൻ മാസം കടന്നു വന്നിട്ട് ഇത് അവസാന നിമിഷങ്ങളിലേക്ക് കിടന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി റമളാൻ അവശേഷിക്കുക. നമ്മളിത് കണക്ക് നോക്കി എന്തുണ്ട് നമ്മളെ കയ്യിലെന്ന്, എന്താണ് നമ്മൾ ചെയ്തു വെച്ചത് എന്ന് വലിയ തുറന്നൊരവസരം, ഇത്രയും ഓഫറുള്ള ഒരു കാലഘട്ടം നമുക്ക് നൽകപ്പെട്ടിട്ട് എന്ത് നിലയിൽ നമ്മൾ മുതലെടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. ആ ആലോചനയാണ് അവസാന നിമിഷങ്ങളിലും ഒന്നുകൂടി ഓടിയെടുക്കാൻ. ഏതൊരു ഓഫർ ഇട്ടാലും നമ്മുടെ നാട്ടിൽ ഏതൊരു ഓഫർ സംവിധാനം എവിടെ പ്രഖ്യാപിച്ചാലും അതിൻ്റെ ആദ്യം ഒരു ആവേശത്തോടെ ആൾക്കാർ ഇടിച്ചു കയറും.
അല്പം സമയമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മാസ കാലയളവിലാണ് ഒരു ഓഫർ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങൾ ആൾക്കാർ ഇടിച്ചു കയറും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് തണുപ്പൻ പ്രതികരണമായിരിക്കും. ആൾക്കാരൊക്കെ ആയി സമയമുണ്ടല്ലോ അങ്ങനെ കണക്കാക്കി എല്ലാം പിന്തിപ്പിക്കുന്ന കുറേ ആൾക്കാരെയും കാണാൻ കഴിയും. പക്ഷെ അങ്ങനെ പിന്തിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും കൂടി അവസാന ലാപ്പിൽ അവസാന നിമിഷത്തിൽ വന്ന് തള്ളിക്കറിയുകയും ചെയ്യും. ഇത്രയും ദിവസം ഓഫർ ഉണ്ടായിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ഒരു രീതി പൊതുവെ എല്ലായിടത്തും കാണുന്നതാണ്. അവസാന നിമിഷത്തിൽ എല്ലാവരും തിടുക്കം കാണിക്കും. ഉദ്ദേശിച്ചതങ്ങ് വാങ്ങിച്ചിട്ടില്ല, എല്ലാം ചെയ്തിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. പക്ഷെ റമദാന്റെ വിഷയത്തിൽ എന്തുകൊണ്ടോ ഈ ഒരു ശൈലി പോലും ജനങ്ങൾക്ക് കാണാനില്ല. ആദ്യത്തെ ഒരു ആവേശം, ആദ്യം കണ്ട ആവേശങ്ങൾ മെല്ലെ മെല്ലെ തണുപ്പൻ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. പിന്നെ 27-ാം രാവുണ്ട് വന്നൊരു ആഘോഷങ്ങളാക്കി അടിച്ചു പൊളിച്ചൊരു ആഘോഷത്തോടെ എല്ലാം ഉണ്ട് നിറഞ്ഞ് ആ അത്താഴവും കഴിച്ച് പുറത്തിറങ്ങിയാൽ പിന്നെ എല്ലാം അവസാനിച്ചു. എല്ലാം കിട്ടിയവനെ പോലെ ധന്യനായ മനുഷ്യൻ മടങ്ങാണ്. അതല്ല വേണ്ടത്. റമദാന്റെ അവസാന നിമിഷമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന രാത്രിയിലാണ് അള്ളാഹുവിന്റെ പരിപൂർണമായ മഗ്ഫിറത്ത് റമദാൻ മാസത്തിൽ അള്ളാഹു നൽകുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ നബി, അപ്പോൾ അതാണോ അവസാനത്തെ രാത്രിയാണോ ലൈലത്തുൽ ഖദ്ർ? എല്ലാ മനുഷ്യരും വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രി, സമ്പൂർണമായ മഗ്ഫിറത്ത് എഴുതപ്പെടുന്ന രാത്രി അതാണെന്ന് പറയുമ്പോൾ അതാണോ നബിയെ ലൈലത്തുൽ ഖദ്ർ എന്ന് പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു. ഇല്ല, അതല്ല ലൈലത്തുൽ ഖദ്ർ. അങ്ങനെ ഒരു ഉറപ്പല്ല ഞാൻ നൽകുന്നത്. മറിച്ച് അവസാനം പണി തീർന്നിട്ടാണല്ലോ കൂലി കൊടുക്കുന്നത്. അതാണല്ലോ നാട്ടു നടപ്പ്. ഏതൊരു പണിക്കാരനും പണിയെടുത്തവന്റെ പണി പൂർത്തിയാക്കി കഴിയുമ്പോഴാണല്ലോ അവന് കൂലി കൊടുക്കുക. പലപ്പോഴും കൂലി കൊടുക്കാൻ സമയത്ത് നമ്മൾ പണിയെടുക്കുന്നവരെ കാണാറില്ല. റമദാൻ മാസത്തിൽ അള്ളാഹു പണിയെടുത്തവർ ലിസ്റ്റ് നോക്കുമ്പോൾ അവസാനം നോക്കുമ്പോൾ പലരെയും കാണാനില്ല. അവരൊക്കെ പണി നിർത്തി പോയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയെ നമുക്കുള്ളിൽ അല്ല. അവസാന നിമിഷം ഇപ്പൊ നിസ്കാരത്തിൽ അവസാനം ഓതി വെച്ച ആയത്ത് ആരോടാ? റസൂലിനോട് പറയണം. താങ്കൾ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. മരണം വരുന്നത് വരെയും. ആരാ? റസൂൽ. റസൂലിന് മുൻപിൻ പാവങ്ങളെല്ലാം റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട്. റസൂലിന് എല്ലാ പാവങ്ങളും പുറത്തു കൊടുത്തു. മാത്രമല്ല ഷഫാഅത്തിന്റെ നിഅമത്ത് റസൂൽ നൽകിയിട്ടുണ്ട്. ഹൗദുൽ കൗസർ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആ പ്രവാചകനാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. അങ്ങനെ റസൂലിന് കൊടുക്കപ്പെട്ട വാഗ്ദാനങ്ങൾ, സ്ഥാനമാനങ്ങൾ, കൗസർ എന്ന് ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത ഹൗദുൽ കൗസർ അടക്കമുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു പോയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും റബ്ബ് പറഞ്ഞത് മരണം വരെയും അക്ഷീണം പ്രവർത്തിക്കും പ്രവാചകരെ എന്ന. മരണം വരുന്നത് വരെയും വിശ്രമിക്കാൻ അനുവാദമില്ല. നിങ്ങൾ വിശ്രമിക്കാൻ എല്ലാം എനിക്കെല്ലാം ഓക്കെ ആണല്ലോ, എനിക്കിനി മുൻപിൻ പാവങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു, ഞാനിനി ഒന്നും ചെയ്യേണ്ടതില്ല, എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന നിലയിൽ വിശ്രമിക്കാൻ മുഹമ്മദ് നബിക്ക് പോലും അനുവാദം കൊടുത്തില്ല അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോട് പോലും പറഞ്ഞത് മരണം വരുന്നത് വരെയും പ്രവർത്തിക്കാനാണ്, മരണം വരുന്നത് വരെയും ഇബാദത്തിൽ കഴിഞ്ഞുകൂടാനാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ആ അവസ്ഥയിൽ നോക്കുമ്പോൾ നമ്മൾ ഇനിയും പ്രവർത്തിച്ചേ തീരൂ. നമ്മൾ തികഞ്ഞു എന്ന് നമ്മളൊരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നുവെന്ന് സ്വയം കണക്ക് കൂട്ടാൻ അവസാനം വരെയും മനുഷ്യന് അവസരമില്ല. ഈ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ആയിഷ ബീവി അത് ആയത്ത് എടുത്തു വെച്ച് നബിയുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു. വല്ലദീന യുഅ്തൂന മാ ആതു വഖുലൂബുഹും വജില വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലേ, ഈ ആയത്തിൽ ആരുടെ വിഷയത്തിലാണ് അവതരണമാകുന്നത്? വല്ലദീന യുഅ്തൂന മാ ആതു, റബ്ബ് നൽകിയതെല്ലാം ധാരാളമായി അകമഴിഞ്ഞ് ദാനം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഹൃദയങ്ങൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന ബോധ്യം കാരണം റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടേ നമ്മൾ? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. സൂറത്തുൽ മുത്തഫ്ഫിഫീനിലെ ആയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും കൂടി ഇരുന്ന് പാരായണം ചെയ്തു ചർച്ച ചെയ്യാണ്. ചെറുപ്പക്കാരനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരുടെ സംഘത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ആയത്തുകൾ, ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്കെടുക്കും. ഇടയ്ക്കിടയ്ക്ക് അതുണ്ട്, ഖുർആനികമായ ചർച്ചകൾ അവർക്കിടയിൽ നടക്കാറുണ്ട്. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ ഈ ആയത്ത് റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം എന്ന ആയത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇബ്നു ഉമറിന്. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ചിന്ത ആ മനുഷ്യൻ അലട്ടിക്കളഞ്ഞു. വിതുമ്പിക്കരഞ്ഞ കണ്ണീർ കൊണ്ട് ആ മനുഷ്യന്റെ കവിൾത്തടം നിറഞ്ഞുപോയി. ആ മനുഷ്യൻ ബോധം കെട്ടവിടെ വീണു. ഒരു മനുഷ്യൻ ബോധമറ്റ് വീഴുന്നു റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ആലോചിച്ചിട്ട്. അതാണ് അവരുടെ ഹൃദയങ്ങളുള്ള ഭയപ്പാട്. റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങുന്ന ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഹൃദയങ്ങൾ പടപടച്ചിട്ട് കയ്യിലിരിക്കുന്ന മുഴുവൻ ദാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയങ്കരാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ആരാണ് നബിയെ? അഹുവർ റജുല്ലദി യസ്നി വയസ്രിഖ്. ഇത് വ്യഭിചാരിയായ ആൾക്കാരെ കുറിച്ച് പറയുന്നതാണോ നബിയെ? കളവ് നടത്തുന്നവനെ കുറിച്ച് പറയുന്നതാണോ നബിയെ? വയശ്റബുൽ ഖംർ, മദ്യം ഉപയോഗിക്കുന്നവരെ കുറിച്ച് ഇറങ്ങിയ ആയത്താണോ നബി എന്ന്?
അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെക്കുറിച്ച് ഓർത്ത് ഭയന്നിട്ട് കള്ളു കുടിച്ചവനും വ്യഭിചരിച്ചവനും കളവ് നടത്തിയവനും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി കയ്യിലിരിക്കുന്നെല്ലാം ദാനം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചാണോ ഈ ആയത്ത് ഇറങ്ങിയതെന്ന് അബൂബക്കറിന്റെ മകളെ, ഇതല്ല ആയത്ത് ഉദ്ദേശിക്കുന്നത്. നീ പറഞ്ഞ ആൾക്കാരെ ഉദ്ദേശിച്ചിറങ്ങിയതല്ല ഈ ആയത്ത്. ആ അള്ളാഹു ഇറക്കിയ ആയത്ത് ആരെ ഉദ്ദേശിക്കണമോ? ദാനം ചെയ്യുന്ന, നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഈ ആയത്ത് ഇറങ്ങിയത്. അവർ ഭയപ്പെടും. ഈ നമസ്കരിച്ച നമസ്കാരം സ്വീകരിക്കപ്പെട്ടു, ഈ കൊടുത്ത ദാനങ്ങൾ സ്വീകരിക്കപ്പെട്ടു, അവർ ഭയത്തിലാണ്. ഈ നോമ്പുകൾ സ്വീകരിക്കപ്പെട്ടു എന്ന ഭയം കാരണം അവർ അതിനകമ്പടിയായി, അവർ ചെയ്ത നോമ്പുകൾക്ക്, അവർ ചെയ്ത നമസ്കാരങ്ങൾക്ക്, അവർ ദാനങ്ങൾക്ക് അകമ്പടിയായി പിന്നെയും കയ്യിലുള്ളതെല്ലാം അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു പിൻബലം എന്ന പോലെ കിടക്കട്ടെ എന്ന്. അതാ ഭയം, അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു എന്നൊരു ഉറപ്പ് നമ്മുടെ ഈ നമസ്കാരങ്ങൾക്കുണ്ടോ? ഈ സ്വീകരിക്കപ്പെട്ടു എന്നൊരു ഉറപ്പ് ഈ പ്രാർത്ഥനകൾക്കുണ്ടോ? ഈ തൗബകൾ സ്വീകരിക്കപ്പെട്ടു എന്നൊരു ഉറപ്പ് നമുക്കുണ്ടോ? ഇല്ല. അവസാന നിമിഷം വരെയും, മരണം വരുന്ന നിമിഷം വരെയും പ്രവർത്തിക്കാനല്ലാതെ ഇത് സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ മുമ്പിൽ വകുപ്പില്ല. റബ്ബിനോട് ആത്മാർത്ഥമായ അവസാന നിമിഷം വരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചു പോകുന്ന ഓരോ മനുഷ്യരെയും അല്ലാഹു തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന കേവല യുക്തിചിന്തകൾ കൊണ്ട് നടക്കേണ്ടവരല്ല മനുഷ്യൻ. ഈ ജനിപ്പിച്ചവൻ, ജീവിപ്പിച്ചവൻ, മരിപ്പിക്കുന്നവൻ ഈ മരണത്തിനും അപ്പുറത്ത് മനോഹരമായ ഒരു ജീവിതത്തെ കൂടി സംവിധാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞേ തീരൂ. അത് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മരിച്ച ഏത് മനുഷ്യനെയും മടക്കിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. മാത്രമല്ല, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങളെയും അല്ലാഹു മടക്കിക്കൊണ്ടുവരും. അവൻ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും മടക്കിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നല്ല, അവന്റെ അടയാളങ്ങൾ പോലും അല്ലാഹു കൊണ്ടുവരും. അവന്റെ അടയാളങ്ങൾ പോലും ഒരു കർമ്മരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാക്കുന്ന അടയാളങ്ങൾ, 2 തുള്ളികളും 2 പൊടിപടലങ്ങളും അല്ലാഹു മായ്ച്ചു കളയില്ല എന്ന്, അത് അജയ്യമായി നിൽക്കുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്ന് അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുനീരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കിയ രക്തത്തുള്ളികളാണ്. 2 അടയാളങ്ങൾ എന്നുള്ളത് 2 തുള്ളികൾ ഇതാണ്. 2 തുള്ളികൾ, ഒന്ന് അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണീർ, 2 അല്ലാഹുവിന്റെ മാർഗത്തിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ തുള്ളികൾ. ഇത് മായ്ക്കപ്പെടില്ല. അല്ലാഹു സ്വീകരിക്കുന്ന സംഗതികളാണ്, ഒരിക്കലും മാഞ്ഞു പോകുന്ന സംഗതികളല്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കുന്ന 2 അടയാളങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന യോദ്ധാക്കളുടെ ദേഹത്ത് പിടിക്കുന്ന പൊടിപടലങ്ങൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമസ്കരിക്കാൻ വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യന്റെ കാൽപാദങ്ങളുടെ പെരുമാറ്റങ്ങൾ. നമ്മൾ പള്ളിയിലേക്ക് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ കാലടികൾ പോലും നമ്മുടെ അമലുകളുടെ അടയാളമാണ്. ഈ അടയാളങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായ രേഖയിൽ ഉണ്ടാകും. ഇത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ. ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പടച്ചു നോക്കും. അല്ലാഹുവിനറിയാം. ഒരു മനുഷ്യന്റെ നമസ്കാരത്തിലും അവൻ പുറപ്പെട്ട നിമിഷങ്ങളിലും അവന്റെ പെരുമാറ്റങ്ങളിലും അവന്റെ വാക്കിലും നോക്കിലുമുള്ള ആത്മാർത്ഥത, ഇഖ്ലാസ് എന്താണെന്ന് റബ്ബിനറിയാം. അങ്ങനെ നോക്കുമ്പോൾ റബ്ബിന്റെ അടുക്കൽ ആത്മാർത്ഥമായി മുഖ്ലിസായ ഒരു മനുഷ്യൻ ചെയ്ത നമസ്കാരത്തിന് വേണ്ടിയുള്ള ഉറക്കമൊഴിച്ചിൽ പോലും ഒരു അടയാളമാണ്. ഈ പള്ളികൾ നമുക്ക് സാക്ഷിയായിട്ടുണ്ടാകും, ഈ മുസല്ലകൾ സാക്ഷിയായിട്ടുണ്ടാകും. ഭൂമി നമുക്ക് വേണ്ടി സംസാരിക്കും. അല്ലാഹുവേ, ഇന്ന വർഷം, ഇന്ന ദിവസം, ഇന്ന രാത്രി അവൻ എൻ്റെ അടുക്കലായിരുന്നു, ഞാൻ എന്ന ഏരിയയിൽ നിന്നിട്ടാണ് അവൻ നമസ്കരിച്ചത് എന്ന് ഭൂമി സാക്ഷി പറയും. ഇന്നഹ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഭൂമിയിൽ സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഭൂമി നിങ്ങൾക്കെതിരിൽ സംസാരിക്കുമെന്ന്. ഭൂമി സംസാരിക്കും, നിങ്ങൾക്കെതിരിൽ സംസാരിക്കും. അതാ ഖുർആൻ പറഞ്ഞതുപോലെ ഭൂമിയുടെ സംസാരം നിങ്ങൾക്ക് അറിയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമിൽ തകദാ ഫി കദാ ഫി യൗമി കദാ വകദാ, ഇന്ന സമയങ്ങളിൽ ഇന്ന ഇടത്ത് വെച്ച് ഇന്ന കാര്യങ്ങൾ നീ ചെയ്തില്ലേ എന്ന് ഭൂമി മനുഷ്യന്റെ മുമ്പിൽ സംസാരിക്കും പരലോകത്ത്. അപ്പൊ നമുക്ക് ഈ മണ്ണും സാക്ഷി നിൽക്കും. നമ്മുടെ അമലുകൾ പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത് അടയാളങ്ങൾ അല്ലാഹുവിന്റെ രേഖയിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥ ഉണ്ടാകണം. ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ചെയ്യുന്നിടത്താണ് ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. ആത്മാർത്ഥമായി ഉണ്ടായിരിക്കണം. ആ ആത്മാർത്ഥത ഉള്ളിലുണ്ട് എങ്കിൽ ഇതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കും, നമുക്ക് ഉപകാരം ഉണ്ടാവും. ആ ആത്മാർത്ഥതയുണ്ട് എന്ന് പരിശോധിക്കുന്നവൻ റബ്ബാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്ന ഒരു ആത്മാർത്ഥതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ അമലുകൾ ചെയ്യുമ്പോഴും അല്ലാഹുവിൻ റസൂലിനെ നേരിട്ട് നുബുവത്തിന്റെ മനോഹരമായ നാവുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ കേട്ട് പഠിച്ച് പകർത്ത് ജീവിതത്തിൽ വ്യക്തമായ ഒരു ഈമാനികമായ ജീവിതം നയിക്കുമ്പോഴും അവർ നിഫാക്കിന് ഭയന്നു. ഞാൻ കപട വിശ്വാസിയാണോ എന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തരും ആത്മരോക്ഷം കൊണ്ടിട്ടുണ്ട്.
പലപ്പോഴും ഞാൻ കപട വിശ്വാസിയായി പോയിട്ടുണ്ടോ എന്ന് പ്രവാചകന്റെ മുമ്പിലേക്ക് വന്ന് നാഫഖഹൽനാ യാ റസൂലല്ലാഹ്, നബിയെ അബദ്ധം പറ്റി, ഞാൻ കപടനായിരിക്കുന്നു എന്ന് പറഞ്ഞു പോയ സഹാബാക്കളുണ്ട്. ഓരോ മനുഷ്യരും അവർ വേട്ടയാടിക്കൊണ്ടിരുന്നത് അവരുടെ ഈമാൻ ശരിയായിട്ടില്ലയോ എന്ന ഭയമാണ്, അവരുടെ കർമ്മങ്ങൾ ശരിയാകുന്നില്ലയോ എന്ന ഭയമാണ്. ആ ഭയമാണ് അവരെ നന്നാക്കിയത്. നമുക്ക് ആ ഭയം ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഒരു മാസം നമ്മൾ കടന്നുപോയി, ഒരു മാസത്തിലേക്ക് കടന്നുപോയിട്ട് ഒരു തുള്ളി കണ്ണുനീര് അള്ളാഹുവിനെ ഓർത്ത് നമ്മൾ പുറത്തു വന്നിട്ടുള്ളൂ? ഒരൊറ്റ തുള്ളി, ഒരു കൊതുകിന്റെ തലയുടെ വലിപ്പമുള്ള കണ്ണുനീരെങ്കിലും റബ്ബിനെ ഓർത്തിട്ട് ഒരു വിശ്വാസിയുടെ കണ്ണിൽ നിന്ന് പുറത്തു വന്നാൽ ആ കണ്ണുകളെ അള്ളാഹു ഒരു കാരണവശാലും നരകത്തിൽ കൊണ്ടില്ല എന്ന്, ആ കണ്ണുകളുടെ ഉടമയ്ക്ക് നരകമില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു നിക്ഷേപിക്കാൻ കഴിയാത്തിടത്തോളം കാലം, ഒരു അകിടിൽ നിന്നൊരു കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു നിക്ഷേപിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഉറപ്പിച്ചു റസൂല് പറഞ്ഞ വാക്കാണ്, ഒരു മനുഷ്യൻ റബ്ബിനെ ഓർത്തിട്ട് അവന്റെ കണ്ണിൽ നിന്ന് ഒരു കൊതുകിന്റെ തലയുടെ വലിപ്പമുള്ള അത്രയും കണ്ണീരെങ്കിലും പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ റബ്ബിനെ കുറിച്ച് ഓർത്തിട്ട് ആരെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നമ്മളെ കണ്ണുകൾ ഈ കരയേണ്ട സമയത്ത് കരഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കരയാൻ കഴിയില്ല. കരയേണ്ട സമയത്ത് അതൊരു ശുദ്ധീകരണമാണ്. മനുഷ്യന്റെ മനസ്സുകൾ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെ കഴുകിക്കളയാൻ കണ്ണുനീരിനെ പോലെ ശുദ്ധമായ മറ്റൊരു വെള്ളവുമില്ല. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി റമദാൻ മാസത്തിൽ പള്ളിയുടെ 2ാമത്തെ തട്ടിലിരുന്ന അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ നീട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അവരൊക്കെ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് ആലോചിക്കണം. എന്തൊക്കെയോ ചെയ്തു കൂടി, എത്ര നന്നായി ജീവിച്ച മനുഷ്യരാണ്, മാതൃകാപരമായി ജീവിച്ച വ്യക്തികളാണ്. പക്ഷെ അവർക്കപ്പോഴും അവരുടെ ജീവിതങ്ങളിൽ ഒരുപാട് ബലഹീനതകളുണ്ട് എന്ന്, ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് എന്ന്, ഇതെങ്ങും തികയില്ല എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ വിതിമ്പി കരഞ്ഞ് പ്രാർത്ഥിച്ച് മാപ്പിരക്കുമ്പോൾ ആ കണ്ണുനീർ തുള്ളികൾ താഴത്തെ തട്ടിൽ നമസ്കരിക്കുന്ന വ്യക്തിയുടെ ദേഹത്തേക്ക് വീണു. കണ്ണീരിങ്ങനെ കുതിർന്നൊഴുകാൻ സഹാബാക്കളുടെ ജീവിതം കവിടുകളിൽ ചാലിന്റെ അടയാളം ഉണ്ടായിരുന്നു പല സഹാബാക്കൾക്കും. യുദ്ധരംഗത്ത് പോലും പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ യോദ്ധാക്കളായ സഹാബാക്കളുടെ കവിളുകൾ പോലും ചാലുകൾ പോലെ കണ്ണീർ നിരന്തരമായി ഒഴുകിപ്പോയതിന്റെ പാടുകൾ കാണാൻ കഴിയും. അതാണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. അവർക്ക് കുടുംബമുണ്ടായിരുന്നു, അവർക്ക് ഭാര്യ ഉണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു, അവർ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നവരായിരുന്നു, ജീവിക്കാൻ വേണ്ടി കൃഷി എടുക്കുന്നവരായിരുന്നു, ഇസ്ലാമികമായ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നു, നാട് നീണ്ടുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഇൽമു പഠിക്കുന്നവരായിരുന്നു. എല്ലാമായിരിക്കുമ്പോഴും അവർ തികഞ്ഞ സാത്വികന്മാരും ഭക്തന്മാരുമായിരുന്നു അള്ളാഹുവിന്റെ വിഷയത്തിൽ. അതാ വിശ്വാസികള്. ഈ കണ്ണീരിന്റെ തുള്ളികൾ വീണ ഒരു മനുഷ്യൻ ആ കണ്ണീർ തുള്ളികൾ വീണ് മുകളിലത്തെ തട്ടിയും താഴെ വന്ന് തന്റെ ശരീരത്തിൽ വീഴുമ്പോ മുകളിലിരിക്കുന്ന ആളെ വിളിച്ചു ചോദിച്ചു, സഹോദര എന്താ ഈ വീണത്? ഇത് നജസാണോ, ഞാൻ കഴുകിക്കളയട്ടെ എന്ന്. ഇത് നജസാണോ, ഞാൻ കഴുകിക്കളയണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹസനുൽ ബസ്രിയുടെ മറുപടി, അതെ നജസാണ്, കഴുകിക്കളഞ്ഞില്ല, മഹാഭാവിയായ ഒരു മനുഷ്യന്റെ കണ്ണുനീരാണതെന്ന്, അത് കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾ ശുദ്ധിയാകൂ എന്ന് പറഞ്ഞു പോയൊരവസ്ഥയിലേക്ക് അവർ നിൽക്കുമ്പോൾ ആ കണ്ണീര് പോലും നജസാണോ, അത്രമേൽ പാപം ചെയ്തൊരു പാപിയാണ് ഞാൻ ഈ കരയുന്നത് എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ആത്മകഥം എവിടെ നിൽക്കുന്നു? എന്തോ കുറച്ച് അമലുകൾ ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുമെന്ന് സ്വയം ആത്മവിശ്വാസം പുലർത്തിയിട്ട് നമ്മൾ സായുജ്യമടയുന്ന നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്നാണ്. അതില്ല, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വിജയതീരത്ത് എത്തിയിട്ടില്ല. ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ അവസാന നിമിഷമേയും വിനീത വിധേയനായി നിന്നുകൊണ്ട് ഹദാക്കുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ചെറുതായി കൊടുത്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ കൈകൾ കൊടുത്ത് പ്രാർത്ഥിക്കുക. അത് അവസാന നിമിഷം വരെ ഉള്ളത്. അമലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി പ്രാർത്ഥനയും വെക്കുക. ഈ നിമിഷങ്ങൾ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നത് ഇനിയും നമുക്ക് നേരമായില്ലേ എന്ന് റമദാൻ നമ്മളോട് ചോദിക്കാണ്. മാമിൻ യോമിൻ, ഓരോ ദിവസവും മാമിൻ യോമിൻ യൻഷകുല്ല യുനാദി മലക്കാനി അന യൗമുൻ ജദീദ് വഅന അമലിക ഷഹീദ് ഫതസബ്ബദ് മിന്നി. ഓരോ ദിവസവും പ്രഭാതത്തിൽ മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഒരു അശരീരി കേൾക്കുന്നുണ്ട്, നമ്മളെ കാതുകളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. ഇതൊരു പുതിയ ദിവസമാണ്, ഞാൻ നിനക്ക് വന്നൊരു പുതിയ ദിവസമാണ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ദിവസം ഇനി മടങ്ങി വരില്ല ഖിയാമത്ത് നാൾ വരെയും. നിന്റെ അമലുകൾക്ക് ഞാൻ സാക്ഷിയായി നാളെ ഒന്നുകൂടി മടങ്ങി വരും. അതുകൊണ്ട് മിന്നി, നിന്നെ കൊണ്ടാവുന്ന വിധം നീ പ്രവർത്തിക്ക്. ഈ ദിവസം നീ നിനക്ക് അനുകൂലമാക്കി നീ എടുക്ക്, നീ നന്നായി പ്രവർത്തിക്കുക എന്ന് ഓരോ ദിവസവും ഓരോ മനുഷ്യനോടും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയരുന്നത് എന്ന്. അതാണ് പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും ഈ നമ്മുടെ മുമ്പിലുള്ള അവസാന നിമിഷം, റമദാൻ മാസത്തിന്റെ അവസാന നിമിഷത്തിൽ ഇനിയുള്ള നിമിഷങ്ങൾ കളയാനില്ല. നമ്മൾ ആലോചിക്കുന്നത് ഇനിയുള്ള നിമിഷങ്ങളാണ് നമുക്ക് പെരുന്നാളിലേക്കും ആഘോഷങ്ങളിലേക്കും തിരക്കിട്ട് കിടക്കാനുള്ള സമയങ്ങളെന്നാണ് കണക്കാക്കുന്നത്. ഈ സത്യത്തിൽ നമ്മൾ പിടിച്ചു കുലിക്കേണ്ട നിമിഷങ്ങളാണ്. കഴിഞ്ഞു പോയില്ലേ, നമ്മൾ പുലി വരുന്നേ എന്ന് പറയും പോലെയാണ്. റമദാൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. റമദാൻ വന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല.
റമദാൻ എന്ന പേരിൽ അധികമായി നമ്മൾ എന്താ ചെയ്തത്? എത്രയാ നമ്മൾ അമലുകൾ സമ്പാദിക്കാൻ കഴിഞ്ഞത്? എത്ര തവണ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര ഖത്മുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒന്നും കഴിഞ്ഞില്ല. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒന്നും കഴിഞ്ഞു പോയില്ല. ഇനിയും നമുക്ക് നേരമുണ്ട്. അവസാന നിമിഷം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ എന്ന്. അല്ലാഹു എത്ര കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ റബ്ബ് എത്രയോ കാരുണ്യമുള്ളവനാണ്. ഒരു മനുഷ്യന് വിശാലമായ ആയുസ് കൊടുക്കും. വിശാലമായ ആയുസ് കൊടുത്തിട്ട് ആയുസ് മുഴുവൻ ആ മനുഷ്യൻ തിന്മയിൽ കഴിഞ്ഞുകൂടിയാലും അവസാന ഒരു നിമിഷത്തിലേക്കെങ്കിലും ആ മനുഷ്യൻ പരിവർത്തിക്കാൻ തയ്യാറായാൽ ആ പരിവർത്തനം ഉൾക്കൊണ്ട് സ്വീകരിക്കുന്നവൻ നാഥൻ. റമദാൻ മാസം വന്നിട്ട് ഒരു മനുഷ്യൻ ഇത്രയും നല്ല അനുഗ്രഹം കൊടുത്ത് ഒരു ഓഫറുകൾ വെച്ചിട്ട് വേണ്ട വിധമൊന്നും അതിനോട് പ്രതികരിക്കാൻ പോലും കഴിയാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് അല്ലാഹുവിന് പരിഭവമില്ല. അവസാന നിമിഷവും അയാൾ തിരുത്താൻ തയ്യാറുണ്ടല്ലോ. അവസാന നിമിഷം 100 പേരെ കൊന്നൊരു മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിച്ച് റബ്ബിന്റെ കാരുണ്യം റസൂൽ വിശദീകരിക്കുന്നുണ്ട്. 100 പേരെ കൊന്നൊരു ഘാതകൻ, ഒരു കൊലയാളി 100 മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ചെറിയ കാര്യമാണോ? അന്യായമായി ഒരു കുരുവികയെ കൊന്നാൽ പോലും അത് ന്യായീകരിക്കില്ല ഇസ്ലാം. അള്ളാഹു അത് അംഗീകരിക്കില്ല. കുറ്റമാണത്, മാപ്പില്ലാത്ത. പിന്നെ ആ മാപ്പ് അവൻ എന്ത് ചെയ്യ? പാപത്തിന്റെ പ്രായശ്ചിത്തം, പശ്ചാത്താപം എന്നതുപോലെയാണ്. മനുഷ്യൻ അവന്റെ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് ഏതൊരു മനുഷ്യനും പശ്ചാത്തപിക്കാനുള്ള സാഹചര്യവും അവസരവും ഭൂമിയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. പശ്ചാത്തപിക്കുന്ന മനസ്സുകളെ പരിശുദ്ധമാക്കിയിട്ട് അവനെ ശുദ്ധീകരിച്ചെടുത്തിട്ട് അവനൊരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അല്ലാതെ ഒരു അടയ്ക്കക്കുരുവിയെ പോലും കൊല്ലാൻ അള്ളാഹു അനുവദിക്കില്ല. പക്ഷെ ഒരു 100 മനുഷ്യരെ കൊന്ന ഒരു മനുഷ്യൻ, 100 മനുഷ്യരെ കൊന്നുപോയൊരു മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു ചരിത്രം പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ പിന്നെ ആ മനുഷ്യന് സ്വർഗമാണ്, അവൻ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് കൊടുത്തു എന്ന് പറയുന്നിടത്ത് നോക്കൂ, ഒരൊറ്റ അമല് പോലും പശ്ചാത്താപത്തിന് ശേഷം ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തിട്ടില്ല. 100 പേരെ കൊന്ന മനുഷ്യൻ ചെയ്തത് ആ പാവങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിച്ചു പശ്ചാത്തപിച്ചു എന്നത് മാത്രമാണ്. ആ ഒരു നിമിഷത്തേക്ക് റബ്ബ് കാത്തിരിക്കാണ്. ആ ഒരു നിമിഷത്തേക്ക് അയാൾക്ക് മാപ്പ് കൊടുത്തിട്ട് ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആ മനുഷ്യന് സ്വർഗം കൊടുക്കുന്നവൻ അല്ലാഹു. അതാ റബ്ബിന്റെ കാരുണ്യം. ആ കാരുണ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നില്ലേ? ആ കാരുണ്യത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി അല്ലാഹു റമദാൻ കടന്നു വന്നു. ജീവിതത്തിൽ പിന്നിട്ട് പോയ വർഷക്കാലങ്ങൾ എത്രയാ കടന്നുപോയത്? റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് മണ്ണിൽ ജീവിച്ചിട്ട് എത്ര നന്ദി കെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെട്ടു. നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള തിന്മകൾ എത്രയാണ്? ആ പാപങ്ങളുടെ കണക്കുകൾ എടുപ്പ് റബ്ബ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ സ്വയം വിചാരണ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയിട്ട് ഈ റമദാൻ വന്നിട്ട് പോലും അല്ലാഹുവേ, ഇത്രയും ദിവസങ്ങൾ കടന്നുപോയിട്ട് പോലും എന്റെ പാപങ്ങൾ കൃത്യമായി ഒറ്റക്കിടന്ന് നിന്നോട് ഏറ്റുപറഞ്ഞ് കണ്ണീർ തൂകി റബ്ബെ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി സ്വന്തം കണ്ണീര് കൊണ്ട് കഴുകുന്ന ഒരു തൗബ സമർപ്പിക്കാൻ പോലും കഴിയാതെ പോയ ഹതഭാഗ്യവനാണ് റബ്ബെ. ഇനിയെങ്കിലും എന്നെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അവസാന നിമിഷമെങ്കിലും റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ അല്ലാഹുമ്മ ജഅൽനി കണ്ണീരൊഴുക്കുന്ന 2 കണ്ണുകളെ നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. എന്റെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ പോകുന്ന കണ്ണീര്, എന്റെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ പോകുന്ന കണ്ണീരൊഴുക്കുന്ന 2 കണ്ണുകളെ നീ എനിക്ക് നൽകണം. നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യർ വന്ന് നിൽക്കുമ്പോ മനുഷ്യന്റെ കണ്ണുകളും അവന്റെ പല്ലുകളും ഉഹുദ് മലയ്ക്ക് സമാനമായി മാറുന്നൊരു കാലഘട്ടത്തിന് മുമ്പ് എന്റെ കണ്ണുകളെ നീ കണ്ണീരണിയിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ മനുഷ്യൻ റബ്ബിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ ഉണ്ടാകണം. 2 കണ്ണുകളുണ്ടല്ലോ, 2 കണ്ണുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ മാപ്പുണ്ട്. 2 കണ്ണുകൾ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കം വിളച്ച കണ്ണുകളും. ഈ 2 കണ്ണുകൾക്കും അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവയ്ക്ക് മാപ്പുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണിന്റെ ഉടമകളാകണ്ടേ നമ്മൾ. ഇനിയും നമുക്ക് നേരമായില്ലേ എന്നാണ്. ഇനിയും നമുക്ക് നേരമായില്ലേ? ഈ വലിയ ആചാനബാഹുകളായ ആൾക്കാരിവിടെ കടന്നുപോയിട്ടുണ്ട്. മനുഷ്യന്മാർ ഇവിടെ ദുനിയാവിൽ വലിയ കായബലം കൊണ്ട് കരുത്ത് കാണിച്ച ആൾക്കാരുണ്ട്. മനോധൈര്യം കൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചവരുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ആരെയും കൂസാതെ തന്റെ അടിയായി നിന്നവരുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ തന്റെ അടിയായി നിന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ അല്ല അല്ലാഹുവിന് മുമ്പിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുക. ഈ നമ്മളെന്തിന് ഭയക്കണം റസൂലെ എന്ന് മക്കയിലെ കുഫാറുകൾ 40 പേര് മാത്രം ഇസ്ലാം മതം സ്വീകരിച്ച ഒരു കാലഘട്ടത്തിൽ അതീവ രഹസ്യമായി മുസ്ലിമീങ്ങൾ യോഗം കൂടുന്ന സാഹചര്യത്തിൽ പോലും എന്തിനീ ഒളിച്ചുകളി? ആണുങ്ങളെ പോലെ ഇറങ്ങി നിൽക്കേണ്ട നബിയെ എന്ന് നമുക്കിറങ്ങി നിൽക്കാൻ ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ ധൈര്യം കാണിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമറുണ്ടല്ലോ, ആൾക്കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഉമറിനെ അല്ല അല്ലാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. വിതിമ്പി കരഞ്ഞു പോകുന്ന മനുഷ്യൻ, നമസ്കാരത്തിൽ പോലും പൊട്ടിക്കരയുന്ന ഉമറിന്റെ കരച്ചിലിന്റെ ആ ഒരു ഏങ്ങലുണ്ടല്ലോ, അവസാന സഫിലെ മനുഷ്യന് പോലും കേൾക്കാൻ കഴിയുമായിരുന്നു എന്ന്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഉമർ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക. റബ്ബിന്റെ മുമ്പിൽ അങ്ങനെയാണ്.
മരണവേളയിൽ പോലും ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു പോയതാണ്, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത്രമേൽ നന്മ ചെയ്തിട്ട് ചരിത്രത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം ഇന്നും ലോകത്ത് ഉമറിനെ മാന്യമായി ഓർക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയമാണത്. ആ വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ പോലും ഉമർ പറഞ്ഞത്, മോനെ വാപ്പയുടെ തലയെടുത്ത് നീ മണ്ണിലേക്ക് വെക്ക്, ഈ പാവിയായ മനുഷ്യന് റബ്ബിന്റെ കാരുണ്യം അല്പം തോന്നട്ടെ എന്ന്. മണ്ണിലേക്ക് തല വെക്കാൻ, ആ തലമുടി പാറിപ്പറന്ന തലമുടിയിലേക്ക് മണ്ണും പൊടിയും പിടിച്ചിട്ട് ദയനീയമായി നിൽക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് അല്പം അലിവ റബ്ബിന് തോന്നട്ടെ ഉമറിനോടെന്ന്. നമസ്കാരത്തിൽ കുത്തേറ്റ് വീണൊരു മനുഷ്യൻ പെടഞ്ഞ് മരണത്തിലേക്ക് അടുക്കുന്ന നിമിഷത്തിൽ പോലും റബ്ബിന്റെ കാരുണ്യം കിട്ടാൻ ഉമർ നിസ്സഹനായി നിൽക്കേണ്ടിയിരിക്കുന്നു എന്ന്, റബ്ബിന്റെ മുമ്പിൽ നിസ്സാരത പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് അങ്ങനെ ഭയന്ന മനുഷ്യനാ. ജീവിതത്തിൽ ഉടനീളം നീതിക്ക് വേണ്ടി നിന്ന് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് എത്ര വലിയ സൗഭാഗ്യത്തിലേക്ക് വന്ന ഉമറിന്റെ ഒരു ഭരണകൂടം, ഇസ്ലാമികമായ മനോഹരമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന്, ന്യായമായ നിലയിൽ ശമ്പളവും വർദ്ധിപ്പിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതവും ഇസ്ലാമിന്റെ ഖലീഫ അനുഭവിക്കണമെന്ന് പ്രജകൾക്ക് പോലും തോന്നി. അവരിൽ ചില ആൾക്കാർ വളരെ രഹസ്യമായി ഉമറിന്റെ മകളെ കണ്ടു, ഹഫ്സ റളിയല്ലാഹു അൻഹയെ കണ്ടു പറഞ്ഞു, വളരെ മോശപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടെ അമീറുൽ മുഅ്മിനീൻ നിർവഹിക്കുന്നത്. നിങ്ങളുടെ വാപ്പയോട് പറഞ്ഞു മനസ്സിലാക്കണം, അല്പം കൂടിയൊക്കെ നീ ബൈത്തുൽ മാലിൽ നിന്ന് അല്പം കൂടിയൊക്കെ ആവശ്യമായ സമ്പാദ്യം എടുക്കാൻ പറയണം, എന്നിട്ട് മാന്യമായി ജീവിക്കാൻ പറയണം. അല്ലാതെ ഇത്രയും ഗതികെട്ടൊരു അവസ്ഥയിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നേതാവ് ജീവിക്കുന്നത് ക്ഷീണമാണ് മുസ്ലിമീങ്ങൾക്ക് പോലും എന്ന് പറഞ്ഞിട്ട് അതീവ രഹസ്യമായ ഒരു സംഘം ആൾക്കാർ ഉമറിന്റെ മകളെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ ഉമറിന്റെ മുമ്പിൽ പറയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് മാറിക്കൂടെ, കാലം മാറിയില്ലേ, പഴയ ദാരിദ്ര്യവും പട്ടിണിയും ഒന്നില്ലല്ലോ, ആവശ്യം പോലെ പണമുണ്ട്, അതുകൊണ്ട് വലിയ ആഡംബരം വേണ്ടെങ്കിലും ആവശ്യത്തിനെങ്കിലും നമുക്ക് എടുത്തിട്ട് മാന്യമായി കഴിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെയാണ് ഉമറിന് തോന്നിയത്. രോക്ഷമാണ് ഉണ്ടായത്. ഈ പ്രവാചകന്റെ ഭാര്യയായി ജീവിച്ചവളല്ലേ നീ എന്ന് ഹഫ്സയോട്, ആ പ്രവാചകന്റെ ഭാര്യയായി ജീവിച്ചവളല്ലേ നീ പ്രവാചകന്റെ ജീവിതം നീ മറന്നുപോയോ എന്ന്. എങ്ങനെ എന്റെ റസൂൽ ജീവിച്ചത്, എന്റെ റസൂൽ എങ്ങനെയാണ് ജീവിച്ചത്, ആ റസൂലിന്റെ ജീവിതം നീ കണ്ടവളല്ലേ, ഞാനും കണ്ടതല്ലേ, എന്നിട്ട് നീ എന്നോടാണോ നീ പുതിയ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. എന്റെ റസൂല് പനയോലപ്പായയിൽ കിടന്നുറങ്ങിയിട്ട് ആ പനയോലപ്പയുടെ പാടുകൾ മുഖത്ത് കണ്ടപ്പോ ഞാൻ കണ്ണ് നിറച്ച് കരഞ്ഞ റസൂലെ, ഇസ്രയും ഹുർമുസും ഒക്കെ ജീവിക്കുന്ന ജീവിതം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ഈ പനയോലപ്പാലയിൽ അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബി അങ്ങ് കിടന്നുറങ്ങി നിൽക്കുമ്പോ ഈ പ്രജയായ ഉമറിന് സങ്കടമുണ്ട്. ഹുർമുസും ഹബുഷയുടെ രാജാവും കിസ്രയും കൈസറും ഒക്കെ സുഖമായി ബെഞ്ചാമരങ്ങൾ വീശുന്ന തോഴിമാർക്ക് നടുവിൽ പട്ടുമെത്ത വിരിച്ച് പകിട്ടോടെ ഉറങ്ങുമ്പോ എന്റെ നേതാവ് അങ്ങ് ഇവിടെ കിടന്നുറങ്ങി നിൽക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഉമറിന് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ ആ ഉമറിനോട് റസൂൽ പറഞ്ഞത്, ഉമറെ പോട്ടെ, ദുനിയാവല്ലേ, നമുക്ക് പരലോകമുണ്ട് എന്ന്. നമ്മളെ കാത്തിരിക്കുന്നത് പരലോകമാണ്. നമുക്ക് ഓരോരുത്തർക്കും സാമ്രാജ്യങ്ങൾ കാത്തിരിക്കുന്നു. ഓരോ മനുഷ്യനെയും ചക്രവർത്തിയായി വഴിക്കുന്ന മഹത്തായ സ്വർഗമെന്ന സാമ്രാജ്യം കാത്തിരിക്കുമ്പോ അവർ ദുനിയാവ് കൊണ്ടുപോട്ടെ, നമുക്ക് പരലോകമുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച ലാളിത്യം, ആ ലാളിത്യമാണ് ഉമറും പരിശീലിക്കുന്നത്. ഇതിനപ്പുറത്തൊരു ആഡംബരവും ഉമർ ശീലിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എല്ലാം തുറന്നു കിട്ടിയ ദുനിയാവിൽ പോലും ദുനിയാവിന്റെ മുമ്പിൽ വാതിലടച്ചിട്ട് പരലോകത്തിന് വേണ്ടി മാറി നിന്ന ഉമറിൽ മാതൃകയുണ്ട് നമുക്ക്. അത് നമ്മൾ ആലോചിക്കാനുള്ളത്. അവരെങ്ങും ഒരു കാരണവശാലും ദുനിയാവിന്റെ മോഹബലത്തിൽ പെട്ടുപോയവരല്ല. എല്ലാ നിമിഷങ്ങളിലും നിമിഷങ്ങളിൽ അവർ സ്വയം വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരുന്നു. പരലോകത്തിന്റെ വിഷയത്തിൽ കുറഞ്ഞുപോയോ പണിയെന്ന്. ഉറങ്ങിയില്ല അവർ, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, പകൽ ഉറങ്ങാൻ കഴിയുന്നില്ല, അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അവസാനം അവരെ ഉറക്കങ്ങള് അത്രത്തോളം ക്ഷീണിതരായി മരച്ചില്ലയുടെ തണലിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പകൽ നമുക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ഒരു സമയമുണ്ട്, ഉറങ്ങാൻ നമുക്ക് സമയമുണ്ട്. അവരങ്ങനെയല്ല, അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാണ്. ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ക്ഷീണം ബാധിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങുന്നത് മരച്ചില്ലയുടെ തണലിലായിരിക്കും, ചിലപ്പോൾ പള്ളിക്കകത്തായിരിക്കും, ചിലപ്പോൾ വീട്ടിലായിരിക്കും. അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയെങ്കിലും അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നറിയുമോ? എന്തുകൊണ്ട്? ചെറിയൊരു കാലഘട്ടം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം. നിങ്ങൾ ഈ ഒരു വലിയൊരു യാത്രയിലാണ് നമ്മളുള്ളത്. ആ യാത്രയ്ക്ക് വേണ്ട സാമഗ്രികൾ എടുത്തു വെക്കണ്ടേ? ഒന്നെടുത്ത് വെക്കുമ്പോൾ ഒന്നിന് കുറവ്, പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പോകും. ഇത് എടുത്തു വെക്കുമ്പോൾ ഈ വിധത്തിലുള്ള കൺഫ്യൂഷൻ അതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് ഉമറിനെ കാണാൻ കഴിയുന്നത്. ഉമർ മാത്രമല്ല, ഒട്ടനവധി സഹാബാക്കൾ
ജീവിതത്തോട് അവർ എന്ത് ചെയ്തു, ഒരു അകലം പാലിച്ചിട്ട് ഭൗതികമായ വിഭവങ്ങളോടുള്ള ആ ഒരു എന്ത് ചെയ്തു, ആ ആഡംബര ജീവിതങ്ങളോടുള്ള ഒരു താല്പര്യമല്ല അവർക്കുണ്ടായിരുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തെയും ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പായ ഒരു മരണത്തെയും സംവിധാനിച്ചവന്റെ ഒരു പ്ലാൻ എന്തെന്നറിയുമോ? നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഖുർആൻ തുറന്നു പറയുന്നുണ്ട്. ആ പരീക്ഷണം, ആ കർമ്മങ്ങളുടെ വിഷയത്തിലെ പരീക്ഷയിൽ നമ്മൾ പാസ്സായി തീരൂ എന്നുള്ള തിടുക്കമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ദുനിയാവിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുകയും പരലോകത്തെ മറപ്പിക്കുകയും ചെയ്യുന്ന ഒന്നും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വന്നൊരു കൂട്ടുകാരൻ യമനിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിന് മനോഹരമായ ഒരു കമ്പിളി വസ്ത്രം കൊടുക്കുന്നുണ്ട്. വലിയ വില കൂടിയിട്ടുള്ള പരുത്തിയുടെ ഒരു വസ്ത്രം സ്പെഷ്യലാണ് അദ്ദേഹത്തിന് കൊടുത്തത്. താങ്കൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണെന്ന്. അദ്ദേഹം അതിങ്ങനെ തടവി നോക്കി. നേർത്ത ആ വസ്ത്രത്തിന്റെ ആ മാർദ്ദവവും അതിന്റെ ഭംഗിയും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. വലിയ സന്തോഷം തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും വില കൂടിയതെങ്ങും എടുക്കാൻ ഇബ്നു ഉമർ യോഗ്യനല്ല. ഇത്രയും മനോഹരമായ ഈ വസ്ത്രമൊന്നും ഇബ്നു ഉമറിന് ചേരില്ല. അതുകൊണ്ട് വിരോധം തോന്നരുത്, എനിക്കിത് വേണ്ട, നിങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യന് തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും നൽകണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുവന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്ന് എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ അത്തരം ഒരു പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച് ആ ഒരു ജീവിത രീതിയിൽ പോകുന്ന ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഒരു കുപ്പി മരുന്ന് അദ്ദേഹത്തിന് കൊടുത്തു. ഒരു കുപ്പിയിൽ അല്പം മരുന്ന്. അപ്പൊ ഇതെന്താണ്? ഇത് വളരെ വിലപ്പെട്ടതും വളരെ കുറച്ചു മാത്രം പ്രൊഡക്ഷൻ ഉള്ളതുമായ വളരെ വില കൂടിയൊരു മരുന്നാണിത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. എന്താ ഇതിന്റെ ഉപയോഗം? ദഹനത്തിന് ബെസ്റ്റാണെന്ന്. ദഹനത്തിന്, ഭക്ഷണം കഴിച്ചിട്ട് ദഹനത്തിന് വളരെ ബെസ്റ്റാണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതും എനിക്ക് ആവശ്യം വരില്ല. കാരണം ഞാൻ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ വയറ് നിറച്ച് ഞാൻ ഉണ്ട് ഓർമ്മ പോലും എനിക്കില്ല. വയറ് നിറച്ച് ഉണ്ട് ഓർമ്മ പോലും എനിക്കില്ല. ആ രീതിയിൽ ജീവിക്കുന്ന എനിക്ക് ഈ ദഹനത്തിന്റെ മരുന്ന് ആവശ്യം വരില്ല. ഇത് നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞ് നന്ദിയോടെ നിരസിച്ചു ഇബ്നു ഉമർ. അവർ ദുനിയാവിന് അവരെ കീഴടക്കാതിരിക്കാനുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക്. നോക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഉണ്ട് മതിമറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടരുത് എന്ന വ്യക്തമായ ബോധ്യം. നമ്മളിത് ഉണ്ട് നിറഞ്ഞിട്ടും പിന്നെയും അല്പം കൂടി ഒരു പിടിയും കൂടെ കഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അല്പം വന്നൊരു കോട്ടുവായിട്ടൊരു മയക്കം. അതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. എവിടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർവികരായ സമൂഹങ്ങളൊക്കെ ത്യാഗോജ്ജലമായി ജീവിച്ച അവർക്കൊപ്പം നിൽക്കണമെങ്കിൽ അല്പം പണി നമ്മൾ എടുത്തേ തീരൂ. അല്പം പണി എടുത്തേ തീരൂ, അല്ല അവർക്കൊപ്പം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ നിമിഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസം ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തിച്ചതൊക്കെ റബ്ബ് സ്വീകരിച്ചു ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് തന്നെ വലിയൊരു ആശങ്കയാണ്. അത് തന്നെ നമ്മൾ വല്ലാത്തൊരു വെല്ലുവിളിയാണ്. അതാ ഈ ആയത്ത് പറയുന്ന അതേ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇതിന് പിൻബലമായി നമ്മൾ ഇതുവരെ ചെയ്ത കർമ്മങ്ങൾക്ക് പിൻബലമായി ദാനധർമ്മങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടും റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇനിയുള്ള നിമിഷങ്ങൾ കുറച്ചുകൂടി ശക്തമായി കഴിയണം. അതാ റബ്ബിന് ഇഷ്ടം. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്ര വിനയാന്യതരായി നമ്മൾ വിനയം പ്രകടിപ്പിച്ച് റബ്ബെ സ്വീകരിക്കണേ അല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. റബ്ബെ അതിന്റെ കുറവുകൾ ന്യൂനതകളൊക്കെ നീ പരിഹരിച്ച് നല്ല സ്വാലിഹ അമലായി നീ സ്വീകരിക്കണേ റബ്ബെ. ഇതൊക്കെ നാളെ ഉപകാരപ്പെടണേ റബ്ബെ. അതിനുവേണ്ടി ഏത് തരത്തിലുള്ള നന്മകളിലും നമുക്ക് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ദാനങ്ങൾ കൊടുക്കാൻ റബ്ബെ, നിന്നോട് അപേക്ഷിക്കാൻ റബ്ബെ. ഈ വിധത്തിൽ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ എത്രത്തോളം ഇറങ്ങി വരുന്നോ അത്രത്തോളം അവൻ അല്ലാഹുവിന് പ്രിയങ്കരനാവും. റബ്ബിന്റെ മുമ്പിലും ജാടയോ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കൂട്ടം ആൾക്കാർ അറിയുമോ? വായിലും മുത്തക്കബിർ എന്ന് പറയും. മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ വായിലും മുത്തക്കബിർ എന്ന് ദാരിദ്ര്യമാണ്. തീരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലും ഒരു മനുഷ്യൻ അഹങ്കാരിയായാൽ അള്ളാഹുവിന് അവൻ ഏറ്റവും വെറുപ്പാണെന്നാണ് റസൂൽ പറഞ്ഞത്. 3 കൂട്ടം ആൾക്കാരോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ ഒരാളാണ് ദാരിദ്ര്യം. മനുഷ്യർക്ക് അള്ളാഹു വെക്കുന്നതാണ്. ആൾക്കൂട്ടത്തിൽ ചില ആൾക്കാർ വളരെ താഴേക്ക് നിൽക്കും, സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കും. പക്ഷെ ആ പിന്നോക്കാവസ്ഥയിലും ജാടവും അവൻ വലിയ ദുരഭിമാനിയും അഹങ്കാരിയുമായിട്ട് അവൻ ജനങ്ങളെ മുമ്പിൽ നിൽക്കുള്ളൂ. എനിക്കിതിൻ്റെ ആവശ്യമില്ല. ആ ഒരു മട്ടിൽ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ അവരോട് പോലും ഇവന്റെ ഈ ദുരഭിമാന ബോധം കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ അഹങ്കാരിയായി ജീവിച്ച റബ്ബിന് ഇഷ്ടപ്പെടൂല. മനുഷ്യർക്കിടയിൽ പോലും ഇല്ലായ്മയിലും അഹങ്കാരം കാണിക്കുന്നവൻ അള്ളാഹു അത്രമേൽ വെറുപ്പാണെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ അഹങ്കരിക്കുന്ന മനുഷ്യനോ? റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു മനുഷ്യർക്ക് ഹിദായത്ത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് മൂല കാരണം ഒന്നാണ് കിബറാണ് മനുഷ്യന്റെ. ഒരുപാട് നമ്മൾ ആലോചിച്ച് ഒരുപാട് മനുഷ്യരെ കൂടെ കാണാൻ, ഒരുപാട് മനുഷ്യർ ഹിദായത്ത് കിട്ടിയവരും കിട്ടാത്തവരുടെയും പട്ടിക നിങ്ങൾ നോക്കൂ. ചില ആൾക്കാരൊക്കെ വലിയ ക്ലാസ്, ഇസ്ലാമിക ക്ലാസ്, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, ആൾക്കാരെ ഉപദേശിച്ച് നടന്ന ആൾക്കാരൊക്കെ തെറിച്ചു പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ അകത്ത് നിന്ന്. ബൽആമുൻ ബാഹൂറയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അത് മുതൽ തുടങ്ങി ഇങ്ങോട്ട് ഇവിടെ വലിയ പണ്ഡിതയായി വന്ന ജാമിദ അടക്കമുള്ള ആൾക്കാരുടെ ചരിത്രം നിങ്ങൾ നോക്കിയാണ്. എന്തുകൊണ്ട് ഈ ഖുർആൻ പഠിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ അധ്യാപകർ കുതിരയ്ക്ക് കൊമ്പെന്ന പോലെ ചില ആൾക്കാർക്കുണ്ടായ ഒരു ജനങ്ങൾക്കിടയിൽ കിട്ടിയ സ്വീകാര്യത, ഞാനെന്ന ഭാവം ഒരു മനുഷ്യനെ എത്ര പെട്ടെന്നാണ് ഇസ്ലാമിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്.
അഹന്ത മനസ്സിലുള്ളവന് ഹിദായത്ത് കിട്ടൂല. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഹിദായത്ത് ഒരു മനുഷ്യൻ നൽകുന്നില്ല? എന്തുകൊണ്ട് അബൂ ത്വാലിബിന് നൽകിയില്ല? നമ്മൾ പറഞ്ഞല്ലോ, വഹി ഇറങ്ങുന്ന വീട്ടിൽ ജീവിച്ചു അബൂ ത്വാലിബ്. അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവനായി ജീവിച്ചു അബൂ ത്വാലിബ്. അബൂ ത്വാലിബും ഉമറിന്റെയും ചരിത്രത്തിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആര് നബിയെ കൊല്ലാൻ വേണ്ടി വന്നാലും ഒരു പൂഴി മണ്ണ് പോലും എടുത്തെറിഞ്ഞ് എന്റെ പ്രവാചകനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അബൂ ത്വാലിബ് ഫ്രണ്ടിൽ കയറി നിന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യം മുഴുവനും, ഒരു നാട് മുഴുവനും, ഗോത്രങ്ങൾ മുഴുവനും സമ്മേളിച്ചിട്ട് ഇത് പറ്റില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞൊരു ജനക്കൂട്ടം നിൽക്കുമ്പോൾ മുമ്പിൽ കയറി നെഞ്ചു വിരിച്ച് നിന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദിനെ ഒരുത്തിനും തൊടില്ല എന്ന് പറഞ്ഞ അബൂ ത്വാലിബും ആ തല ഞാൻ കയ്യിലെടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് പുറപ്പെട്ട ഉമറും, രണ്ടുപേരെയും ചരിത്രം നിങ്ങൾ നോക്കൂ. ആ രണ്ടുപേരുടെയും ചരിത്രം കൊല്ലാൻ വന്നവൻ അള്ളാഹു റസൂലിന്റെ മരണം പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു റസൂലിന്റെ മുഹിബ്ബായുമായി പ്രവാചകന്റെ ജീവിതം, പച്ചയായ ജീവിതം അതേപോലെ പകർത്തിയെടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എത്ര വലിയ മനുഷ്യനായി മാറിയെന്നറിയാം ഉമർ. കൊല്ലാൻ വന്ന മനുഷ്യനെ പക്ഷേ പ്രവാചകനെ ചേർത്ത് പിടിച്ചിട്ട് ഒരുത്തരും ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് വെച്ച അബൂ ത്വാലിബ് അവസാന നിമിഷം വരെയും പ്രവാചകൻ അക്ഷരം പ്രവർത്തിച്ചൊരു വ്യക്തിയുടെ ഹിദായത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അബൂ ത്വാലിബ്. മരണവേളയിൽ പോലും കേണപേക്ഷിച്ചില്ലേ, പിതൃവ്യ അങ്ങ് ഇസ്ലാം മതം സ്വീകരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന്ന് സ്വീകരിക്കാൻ കഴിയുമോ മനുഷ്യന്? കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഉള്ളിൽ കിടക്കുന്ന കിബർ. അള്ളാഹുവിനറിയാം ആർക്ക് ഹിദായത്ത് കൊടുക്കണം, ആർക്ക് ഹിദായത്ത് കൊടുക്കണ്ടെന്ന്. എന്തുകൊണ്ട് ഹിദായത്ത് കൊടുക്കാത്തത്? ഉള്ളിൽ കിടക്കുന്ന കിബറാണ് മനുഷ്യന്റെ, കൊടുക്കൂല അവന്. പ്രവാചകൻ അങ്ങെന്താ കണക്കാക്കിയത്? താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സപ്ലൈ ചെയ്യാനുള്ള സംഗതിയാണിതെന്നോ ഹിദായത്ത്? പ്രവാചകരെ അങ്ങക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സെപ്പറേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്യാനുള്ള സംഗതിയാണ് ഹിദായത്ത് നൽകിയത്. നിങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന പരിപാടി ഇല്ലെന്ന്. ഞാനാ ഹിദായത്ത് കൊടുക്കുന്നെന്ന് റബ്ബ് ശക്തമായ ഭാഷയിൽ വിമർശിച്ചു അബൂ ത്വാലിബിന് വേണ്ടി റസൂൽ നടത്തിയ ഇടപെടൽ കണ്ടിട്ട്. പാടില്ല എന്ന്, അങ്ങനെ പാടില്ല എന്ന് റസൂലിനോട്. കാരണം അബൂ ത്വാലിബിന് അർഹതയില്ല എന്ന്. അത് ഹിദായത്തിന്റെ വിഷയം ആലോചിക്കുകയാണ്. ചില ആൾക്കാർക്ക് ഹിദായത്ത് റബ്ബ് കൊടുക്കുന്നു, അവർക്ക് സ്വർഗം കൊടുക്കുന്നു. ചില ആൾക്കാർക്ക് ഹിദായത്ത് കൊടുക്കുന്നുമില്ല, അവർക്ക് സ്വർഗം അന്യമാക്കിയിട്ട് നരകത്തിന്റെ വിറകുകളാക്കി മാറ്റുന്നു. ഇത് എത്ര വലിയ അക്രമമെന്ന് നമ്മൾ ആലോചിക്കാറില്ലേ പലപ്പോഴും? ഈ റബ്ബിന്റെ തീരുമാനം ന്യായമാണ്, നീതിപൂർവമാണ്. അർഹതയില്ലാത്തവൻ എങ്ങനെ കിട്ടുക? ഈ ജാടയും പോരും അഹങ്കാരവുമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ഖുർആൻ പഠിച്ചാൽ അവന് ഹിദായത്ത് കിട്ടും. ഖുർആൻ പഠിച്ച് പണ്ഡിതയായി പ്രഭാഷണം നടത്തി ബലാബുമൻ ബാഗൂറ ചരിത്രം നമുക്കറിയാലോ. അസ്മാഉൽ ഹുസ്ന പോലും അറിയാതെ, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം പോലും അറിയാവുന്ന, പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുള്ള ഇസ്മുൽ ആദം പോലും അറിയാവുന്ന ഒരു പണ്ഡിതനായി മാറിയ ഒരു മനുഷ്യൻ തകർന്നു പോയില്ലേ? ഇബ്ലീസിന്റെ ചരിത്രം പിന്നെ എന്താ പറയുന്നത്? ഇബ്ലീസിന്റെ ചരിത്രം റബ്ബിനെ അറിയാത്തവനോ ഇബ്ലീസ്? റബ്ബിന്റെ ശിക്ഷകളെ കുറിച്ചും രക്ഷകളെ കുറിച്ചും അറിയാത്തവനോ ഇബ്ലീസ്? റബ്ബിനെ ഇത്രമേൽ കൃത്യമായി മനസ്സിലാക്കാത്ത ആളോ ഇബ്ലീസ്? അല്ല, എല്ലാം മനസ്സിലാക്കി. പക്ഷേ അകത്ത് അഹങ്കാരം മാത്രം കുറഞ്ഞില്ല. അഹങ്കാരികൾ പുറത്താ. എത്ര വലിയ ആജ്ഞാനുവൃത്തിയായി കുറച്ചു കാലം ജീവിച്ചാലും, എത്ര വലിയ വിധേയത്വമുള്ളവനായി കുറച്ചു കാലം ജീവിച്ചാലും, അഹന്ത മനസ്സിലുള്ളവന് ഒരു കാലത്തും ഹിദായത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു താൻ ഭാവമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നന്നാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പഠിപ്പിക്കാനുള്ളത് നമ്മൾ നിസ്സാരരാണ് എന്ന്. ഖുർആൻ തുടങ്ങി വെച്ച അധ്യായത്തിൽ പോലും പറഞ്ഞത് മനുഷ്യൻ ഏറ്റവും വലിയ പിഴവ് എവിടെ സംഭവിച്ചറിയുമോ? ഞാൻ സ്വയം പര്യാപ്തനാണ്, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് റബ്ബിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം, എൻ്റെ കാര്യങ്ങൾ എൻ്റെ രക്ഷയും ശിക്ഷയും ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ന മനുഷ്യന്റെ ഭാവമുണ്ടല്ലോ, സ്വയം പര്യാപ്തൻ എന്ന ഭാവം. ആ ഭാവമാണ് മനുഷ്യനെ തിന്മയിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലക്ക് ആദ്യ ചർച്ച കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ എത്രത്തോളം ഇറങ്ങി വരാൻ നമ്മളെ കൊണ്ട് കഴിയുമോ അത്രത്തോളം ഇറങ്ങി വരിക. റബ്ബിന്റെ മുമ്പിലേക്ക് എത്രത്തോളം വിനയം പ്രകടിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രകടിപ്പിക്കുക. എത്ര കണ്ണീരൊഴുക്കാൻ കഴിയുമോ അത്രയും കണ്ണീരൊഴുക്കുക. എത്രത്തോളം പാപമോചനം ചോദിക്കാൻ കഴിയുമോ അത്രത്തോളം ഇറങ്ങി വരിക. ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. റബ്ബിന് വലിയ ദയയും കാരുണ്യം തോന്നും. മനുഷ്യന്റെ ഈ ദയനീയമായ രീതിയിലുള്ള ചോദ്യം കാണുമ്പോൾ, സങ്കടപ്പെട്ട് കാണുമ്പോൾ, അവൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, മലക്കുകളുടെ മുമ്പിൽ പോലും അഭിമാനത്തോടെ റബ്ബ് പറയും, കണ്ടില്ലേ എൻ്റെ അടിമ? നിങ്ങളൊക്കെ പറഞ്ഞ വലിയ കുഴപ്പക്കാരൻ, ഭൂമിയിലെ കുഴപ്പക്കാരൻ കണ്ടില്ലേ? അവൻ ചെയ്ത് കുഴപ്പം കാണുന്നത് പള്ളിക്കകത്തിരുന്നിട്ട് എന്നെ ഓർത്ത് വിതിമ്പിക്കരഞ്ഞ് ചെയ്തു പോയ പാപത്തിന് മേൽ പശ്ചാത്തപിക്കുന്ന എൻ്റെ അടിമയെ നിങ്ങൾ കണ്ടില്ലേ? ഇവനല്ലേ നിങ്ങൾ കുറ്റം പറഞ്ഞത്? അവൻ എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാൻ, അവൻ എൻ്റെ പാവമോചനം കൊടുത്തേക്കാൻ മലക്കുകളോട് കൽപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതാ റബ്ബിൻ്റെ നടപടി. പക്ഷെ അത് നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇനിയും നിമിഷങ്ങൾ ബാക്കിയുണ്ട്. ഈ ഉള്ള നിമിഷങ്ങൾ റമദാനും റമദാൻ അല്ലാത്ത സമയവും രണ്ട് തന്നെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. റമദാൻ കഴിഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും പോലെയല്ല ഒരു കാരണവശാലും റമദാനുള്ളത്. ഇതൊരു സവിശേഷമായ നിമിഷമാണ്, ഇതിൻ്റെ അവസാന നിമിഷമാണ്. അവസാന നിമിഷത്തിൽ ആരൊക്കെയാണ് ആവേശത്തോടു കൂടി ഓടിപ്പരന്ന് വ്യാപിച്ച് പ്രവർത്തിക്കുന്നതെന്ന് അള്ളാഹു നന്നായി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇനിയുള്ള അല്പസമയം കൂടി വിശ്രമമില്ലാതെ ശക്തമായ നിലയിൽ റബ്ബിൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ, അമലുകൾ കഴിഞ്ഞുകൂടാൻ നന്നായി പ്രാർത്ഥിക്കാൻ, നന്നായി എന്ത് അള്ളാഹു തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വിശ്വാസികൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.